ഞാൻ മുൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനൊന്നും ഈ സന്ദർഭം വിനിയോഗിക്കുന്നില്ല. പക്ഷേ അതിരമ്പള്ളിയിൽ ചെന്നു ആദ്യമായിട്ടൊരു സ്പെഷ്യൽ 100 പേരുടെ ഒരു ഫോഴ്സിനെ ഇട്ടുകൊണ്ട് ആനകളെ കാട്ടിലേക്ക് തിരിച്ചയക്കുന്നു. ആന എന്ന് പറഞ്ഞാൽ നമ്മൾ അതിരമ്പള്ളിയിലെ സ്ഥിതി കാട്ടിൽ നിന്ന് വന്ന് ആക്രമിക്കുകയല്ല. ജനവാസ മേഖലയിൽ കുറെ കാലമായിട്ട് 17-18 ആനകൾ അവിടെ നിൽപ്പുണ്ട്. ജനങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുകയാണ്. അതിനെ തിരിച്ച് കാട്ടിലേക്ക് ഓടിക്കുന്ന പ്രക്രിയ 11, എനിക്ക് അവസാനം വിവരം കിട്ടിയോ 11 എണ്ണത്തിനെ തിരിച്ച് കാട്ടിലേക്ക് ഓടിച്ചു. പിന്നെ 5-6 ബാക്കിയുണ്ട്. പിന്നെ ഇതിന്റെ രൂക്ഷത കണക്കിലെടുത്തുകൊണ്ട് ഇതിനകത്ത് തന്നെ 500 പേരുടെ ഒരു സ്പെഷ്യൽ റിസർവ് ഫോഴ്സ്, ഇതിനു വേണ്ടി മാത്രം ഒരു റിസർവ് ഫോഴ്സിനെ തയ്യാറാക്കിയിട്ടുണ്ട്, അതിന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ റിക്രൂട്ട്മെന്റ് കിടക്കണം. അത് പ്രത്യേകിച്ച് ഈ മേഖലയുമായി പരിചയമുള്ള, പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ നിന്ന് അവരെ കിട്ടുന്നെങ്കിൽ അവർക്കാണല്ലോ ഏറ്റവും അറിവുള്ളത്. അങ്ങനെയുള്ളവരെ എടുത്ത് ട്രെയിൻ ചെയ്ത് റിസർവ് ഫോഴ്സ്. പിന്നെ വളരെ സങ്കീർണമായൊരു വിഷയം. ആ വിഷയം വരുമ്പോൾ എല്ലാവരും സഹകരിക്കുകയാണ്. നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, മുൻ ഗവൺമെന്റിനെ ഇപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തുന്നു. ഈ പറഞ്ഞ വിമർശനങ്ങൾക്കൊക്കെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിമർശനങ്ങൾക്കൊക്കെ മറുപടിയുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ 31-ാം ദിവസമാകുന്നതേ ഉള്ളൂ ഈ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മന്ത്രി ഓഫീസിലേക്ക് പോകുന്നു, പ്രവർത്തനം ആരംഭിക്കുന്നതിനൊക്കെ ഇതിന്റെ ഇടയ്ക്ക് 2 ഫേസ്ബുക്ക് പോസ്റ്റും ഒരു പത്രസമ്മേളനവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തി. അദ്ദേഹം ഈ കുഞ്ഞിനെ കാണാൻ വന്നു. നല്ല കാര്യം. തീർച്ചയായിട്ടും ഈ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക്, വിക്ടിംസിന് ആർക്കൊക്കെ നമുക്ക് അവരുടെ ഒരു കൈപിടിച്ച് മുഖ്യധാരയിൽ കൊണ്ടുവരാം എന്നുള്ളത് പരിശോധിക്കുന്ന നല്ലതായിരുന്നു. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജില്ലയിൽ 22 പേര് മരിച്ചു. അന്നെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നെങ്കിൽ ഇത് ഈ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ വനാതിർത്തി എത്തില്ലായിരുന്നു. ഓരോ പ്രദേശത്തും ഉണ്ടായപ്പോൾ എന്തുകൊണ്ടോ അന്ന് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. ഞാൻ കുറ്റം പറയുകയല്ല. അതുകൊണ്ട് നമുക്കെല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടേ ഇത് പരിഹാരമുള്ളൂ. ഇതിന് ഈ പറഞ്ഞതുപോലെ ഞാൻ ഓരോ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ അതിന്റെ എല്ലാം പറയാമോ. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾ ഏതായാലും ഈ വിഷയം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കേന്ദ്ര നിയമത്തിലുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നിലപാടുകൾ, അല്ലെങ്കിൽ ആ നിയമത്തിലുള്ള മാറ്റമല്ല വേണ്ടത്. അല്ലെ, കേന്ദ്രത്തിന്റെ നിയമം ഏത് നിയമം? ഇപ്പം കൊല്ലാൻ അധികാരമില്ല എന്നുള്ളത് ശരി. നമുക്ക് ഇപ്പൊ എടുത്തു വെച്ച് കൊല്ലണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്കിതെല്ലാം പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ശാസ്ത്രീയമായി ഇതിന്റെ എണ്ണത്തിന്റെ പെരുപ്പമാണോ കാരണം? ആ വനത്തിനകത്ത് എന്തെങ്കിലും സവിശേഷത? വനത്തിനകത്ത് കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ചെയ്ത ആന മണ്ടത്തരങ്ങളുണ്ട്. അക്കേഷ്യ വെച്ച് പിടിപ്പിച്ചത്, യൂക്കാലി വെച്ച് പിടിപ്പിച്ചത്, ഇപ്പൊ സെന്ന മഞ്ഞക്കൊന്നയുടെ വിഷയം, ഇതെല്ലാം മാറ്റേണ്ടതുണ്ട്. അതോടൊപ്പം വനത്തിനകത്ത് ഇതെല്ലാം കാരണം തന്നെ ഈ അധിനിവേശ സസ്യങ്ങൾ കാരണം പുൽമേടുകൾ നശിപ്പിക്കുന്നു, ചെറിയ മൃഗങ്ങൾ അവിടുന്ന് അകന്നു പോകുന്നു. അന്നേരം കടുവ പോലുള്ള ഇതിലേക്ക് വരുന്നു. ആന ഇറങ്ങാനുള്ള ഓരോ സ്ഥലത്തും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പൊ അതിരമ്പള്ളിയിൽ എന്താ കാരണം? 2020 വരെ ഒരു ആന പോലും, ഒരു മരണം പോലും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ആൾക്കാർ പറയുന്നത് അവർക്ക് ആനയെ കാണണമെങ്കിൽ വനത്തിനകത്ത് പോകണമായിരുന്നു. അവിടെ 18 ആനയാണ് തമ്പടിച്ചേക്കുന്നത്. എന്താ കാരണം? അവിടെ പൈനാപ്പിൾ കൃഷി തുടങ്ങി, ഇതിന്റെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ, അതൊരു കാര്യമാണ്. അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ പ്രശ്നങ്ങളും ഇതിന്റെ ഘടകങ്ങളായിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റയടിക്ക് പരിഹാരം കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഇത് കൈകോർത്ത് നിന്നുകൊണ്ട് ഇതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ലക്ഷ്യം.